അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയ സൈക്കിൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ വീഡിയോയിലുണ്ട്. 39,000 രൂപയ്ക്ക് 30 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ബി റൈഡ് എന്ന് പറഞ്ഞ സൈക്കിളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറയുകയാണെങ്കിൽ ഇത് ബാറ്ററി ഇൻപുട്ടാണ് വരുന്നത്. പിന്നെ 30 കിലോമീറ്റർ മൈലേജ് ആണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഡിജിറ്റൽ മീറ്റർ വരുന്നുണ്ട്. ഇതിൽ ടോട്ടൽ ഇലക്ട്രിക് സൈക്കിളിന് 3 സ്പീഡാണ് ഉണ്ടാവുക. ഇതിന് 5 സ്പീഡ് ഉണ്ട്. അപ്പോൾ ഞാനിത് ഇവിടെ തന്നെ കാണിച്ചു തരാം. കൊടുക്കുക, ഇവിടെ നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം. തന്നെ മൂന്നാമത്തെ സ്പീഡിൽ തന്നെ ഈ കയറ്റം സിമ്പിളായിട്ട് കയറുന്നുണ്ട് കേട്ടോ. ഇനി സ്പീഡ് കുറച്ച് കൂട്ടി നോട്ടെ. ഇത് 4, 5, അഞ്ചാമത്തേതൊക്കെ നല്ല സ്പീഡിൽ കയറുന്നുണ്ട് കയറ്റം. അത്യാവശ്യം നല്ല കയറ്റം തന്നെയാണ് ഫ്രണ്ട്സ്. കയറ്റമൊക്കെ കയറുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പെഡൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സ്പീഡ് ഉണ്ടാവും കേട്ടോ. ഇതിപ്പോൾ പെഡൽ കൊടുക്കാതെ തന്നെ മൂന്നാമത്തെ സ്പീഡിൽ ഈ കയറ്റം സിമ്പിളായിട്ട് കയറിപ്പോയിട്ടുണ്ട്. ഓ പേടാ നമസ്കാരം ഉണ്ട്. അപ്പോൾ നമ്മളെ പുതിയ ഒരു ബ്രാൻഡ് കൂടി ഇറങ്ങി, ബി റൈഡർ. ഓക്കെ, നമ്മള് വേറെ കാര്യം പപ്പടാ, നമ്മളെ കമന്റിന്റെ കാര്യം എന്താണ്? ആള് വന്നില്ല, കമന്റ് ആള് വന്നില്ല. എന്താ ചെയ്യാ? അല്ല, അത് മാറ്റിയെടുക്കാം നമുക്ക്. ഇന്നെടുക്കും. അത് പഴയത് തന്നെ മാറ്റിയെടുത്തിട്ട് എത്ര കാത്തിരുന്നു? 1 മാസം കാത്തിരുന്നു. 1 മാസം 1.5 മാസത്തോളം നമ്മൾ കാത്തിരുന്നു. ആളെ കിട്ടാം. ആൾക്ക് എത്ര രൂപ നഷ്ടം പറ്റി? 18,000 രൂപ നഷ്ടം വരും. 18,000 രൂപ നഷ്ടം പറ്റി. അപ്പൊ നമ്മള് കാണുന്നില്ല സംശയം. അതുകൊണ്ടാണ്. പക്ഷെ നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാർ ആണെങ്കിൽ കുഴപ്പം സുഖമായിട്ട് അവിടെ എത്തിയിരുന്നു. എന്നെയും വിളിച്ചില്ല, പപ്പാട്ടിനെയും വിളിച്ചില്ല. പപ്പാട്ട എന്നും എന്നെ വിളിക്കട്ടോ, നിന്നെ വിളിച്ചു എന്നെയും വിളിച്ചില്ല. അപ്പോൾ ഒരു കൾട്ടിന്റെ സൈക്കിളാണ് ആൾക്ക് നഷ്ടപ്പെട്ടത്. അപ്പോൾ നമ്മളിതാ പപ്പാട്ടിന്റെ സൈക്കിൾ കടയിൽ എല്ലാ തരം സൈക്കിളും ഉണ്ട്. നമ്മളെ എന്താ പറയാ, ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് നോക്കുന്നെങ്കിൽ അതുകൊണ്ട്, ഇനി പ്രീമിയം ക്വാളിറ്റി ആണെങ്കിൽ അതുകൊണ്ട്. ഇലക്ട്രിക് സൈക്കിൾ 30,000 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആണ്. അത് 30 കിലോമീറ്റർ മൈലേജ് കിട്ടുന്നത്. ഇതിന്റെ മൈലേജിനെ കുറിച്ചൊക്കെ നിങ്ങൾ പറയുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ടെങ്കിൽ അതിന്റെ ഉടമസ്ഥ ആള് വന്നിട്ടുണ്ടോ ഈ സൈക്കിളിന്റെ? അതിന്റെ എല്ലാ പ്രൊഡക്ഷനും എല്ലാ കാര്യത്തിലും എല്ലാ ചർച്ചകളും നടത്തും. നിങ്ങൾ അതിന്റെ ഓണർ തന്നെ ഇവിടെ, ബി റൈഡറിന്റെ. നമസ്കാരം ചേട്ടാ. ഓക്കെ, അപ്പോ ചേട്ടൻ്റെ പേരായിരുന്നു? എന്റെ പേര് രാഹുൽ. രാഹുൽ അല്ലേ? ബി റൈഡർ അല്ലേ? അതെ അതെ. ഏതൊക്കെ പ്രൊഡക്റ്റ് ചെയ്യുന്നുണ്ട് ഈ കമ്പനി പേരിൽ? ഈ പേരിൽ നമ്മളിപ്പോൾ നിലവായിട്ട് ഇലക്ട്രിക് സൈക്കിളിലാണ് കൂടുതൽ കൊടുത്തോണ്ടിരിക്കുന്നത്. ഇലക്ട്രിക് സൈക്കിളാണ് ഇപ്പോൾ നമ്മൾ കൂടുതൽ കൊടുത്തോണ്ടിരിക്കുന്നത്. അതുകൂടാതെ നമ്മളിപ്പോൾ ഇതിൻ്റെ നോർമൽ കിഡ്സിൻ്റെയും ഗിയറുള്ള സൈക്കിളും നോൺ ഗിയർ ലേഡീസ് സൈക്കിൾ അങ്ങനെല്ലാം ഇപ്പോൾ ചെയ്ത് ബി റൈഡിൽ തന്നെ. ഫാക്ടറി എവിടെയാണ്? ഫാക്ടറി നമ്മുടെ ഫാക്ടറി എന്ന് പറഞ്ഞാൽ മെയിൻ ഫാക്ടറി എന്ന് പറഞ്ഞാൽ ലുധിയാനയിലാണ്, ലുധിയാന പഞ്ചാബ്. പിന്നെ അതുകൂടാതെ നമ്മളിപ്പോൾ കേരളത്തിലൊരു വെയർ ഹൗസ് സിസ്റ്റം തുടങ്ങാൻ പോവാണ്. അത് ആലപ്പുഴ സൈഡിലായിരിക്കും. അവിടെ നിന്നായിരിക്കും ഡിസ്ട്രിബ്യൂഷൻ എല്ലാം നമ്മൾ പ്രത്യേകത ഒന്ന് പറഞ്ഞു. മൈലേജ് അതിനെ കുറിച്ച് സ്പെക്ട്രും കാര്യങ്ങളൊന്ന് പറഞ്ഞു. ഓക്കെ, ഇത് ആക്ച്വലി നമ്മുടെ ലൂമിനസ് എന്ന് പറഞ്ഞൊരു മോഡലാണ്. ലൂമിനസ്. അപ്പോൾ ലൂമിനസിൻ്റെ അത് ഇത് യൂണിസെക്സ് മോഡലാണ്. അപ്പോൾ ഇത് പ്രായം കുറവുള്ള ആൾക്കാർക്ക് തൊട്ടും ലേഡീസിനും പിന്നെ കുറച്ച് വയസ്സുള്ള ആൾക്കാർക്കും വേണ്ടിയുള്ള സ്പെഷ്യലി നമ്മൾ ഡിസൈൻ ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ബാറ്ററി ക്യാപ്പസിറ്റീസ് എന്ന് പറഞ്ഞാൽ നമുക്കിതിൻ്റെ തന്നെ ഒരു 30 കിലോമീറ്റർ 40 കിലോമീറ്റർ ഉള്ള റേഞ്ച് ഉള്ള നമ്മുടെ കയ്യിലുണ്ട്, ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, പിന്നെ ഇതിൻ്റെ അകത്ത് ഫീച്ചേഴ്സ് നമ്മൾ ഇതിൻ്റെ അകത്ത് പറയുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ഇത് LCD മോഡലാണ്. ഇത് നമ്മൾ ഓൺ ആക്കുമ്പോൾ ഇത് നമ്മൾ ഓൺ ആവും. ഇതിനകത്ത് 5 ലെവൽ പെഡൽ അസിസ്റ്റാണ്. ഇപ്പോൾ പെഡൽ അസിസ്റ്റിൻ്റെ ഇപ്പോൾ നോർമൽ ആൾക്കാർക്ക് പെഡൽ അസിസ്റ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ പെഡൽ അസിസ്റ്റിൻ്റെ അർത്ഥമാണ് ഇതിനകത്ത് 5 മോഡ് പെഡൽ അസിസ്റ്റുണ്ട്. ഒരു പെഡൽ അസിസ്റ്റിൻ്റെ അർത്ഥമാണ് കുറച്ച് പവർ മോട്ടർ യൂസ് ചെയ്യും, കുറച്ച് പവർ നമ്മൾ യൂസ് ചെയ്യും. ഇപ്പോൾ നമ്മൾ ചവിട്ടുമ്പോൾ ഇപ്പോൾ ഫസ്റ്റ് പെഡൽ അസിസ്റ്റിൽ നമ്മൾ ഇടുവാണെങ്കിൽ മോട്ടർ 80% മോട്ടറായിരിക്കും പവർ യൂസ് ചെയ്യുന്നത്, 20% നമ്മളായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ സെക്കൻഡിൽ ഇടുവാണെങ്കിൽ മോട്ടർ ഒരു 60% യൂസ് ചെയ്യും, 30% നമ്മുടെ ആയിരിക്കും. അങ്ങനെ 4th ഇടുക 5th ഇടുമ്പോൾ 50-50 വരും. അപ്പോൾ 5th മോഡൽ ഇടുമ്പോൾ മോട്ടർ ആയിരിക്കും കൂടുതൽ യൂസ് ചെയ്യാൻ. നമ്മൾ പെഡലിന് അധികം ആവശ്യം വരുന്നില്ല. ഇല്ല, ഇപ്പോൾ സാധാരണ ഇപ്പോൾ ആൾക്കാർക്ക് റേഞ്ച് കൂടുതൽ വേണമെങ്കിൽ നമുക്ക് പെഡൽ അസിസ്റ്റ് യൂസ് ചെയ്യാം. ഇപ്പോൾ സാധാരണ നമ്മൾ ത്രോട്ടൽ മോഡൽ മാത്രം ഇടുവാണെങ്കിൽ നമുക്ക് ഒരു റേഞ്ച് ലിമിറ്റ് ആണ്. പക്ഷേ പെഡൽ അസിസ്റ്റും നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 30-40 വരെ പോകാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതുകൂടാതെ തന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ നമ്മുടെ കറണ്ട് കാണിക്കേണ്ടത് എത്ര കറണ്ടാണ് ഇതിൻ്റെ 36 വോൾട്ടേജാണ് കറണ്ട് വന്നിട്ടുള്ളത്. അതുകൂടാതെ ഇതിനകത്ത് ട്രിപ്പ് മോഡുണ്ട്, എത്ര ട്രിപ്പ് പോയി, ടോട്ടൽ നിങ്ങളുടെ എത്ര കവർ ചെയ്തു. പിന്നെ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ അകത്ത് ഒരു എറർ ഡിറ്റക്ഷൻ ഉണ്ട്. എറർ ഡിറ്റക്ഷൻ എന്താ പറഞ്ഞാൽ ഇപ്പോൾ എന്തെങ്കിലും സാധനം മോട്ടറിനോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിൽ ഇതിൻ്റെ അകത്ത് കാണിക്കുമല്ലോ, നിങ്ങളുടെ ഈ മോട്ടറിനാണ് പ്രശ്നം, ഈ ബാറ്ററിക്കാണ് പ്രശ്നം. അപ്പോൾ മൊത്തം സൈക്കിളൊന്നും തുറന്നു നോക്കണ്ട, ആ ഒരു പാർട്ട് മാത്രം തുറന്നു. സെൻസർ പോലെ തന്നെ നമുക്ക് ഒരു സെൻസറിൻ്റെ അകത്തുണ്ട്. അതുകൂടാതെ ഇതിൻ്റെ അകത്ത് വാക്കിംഗ് മോഡുണ്ട്. ഇപ്പം നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് സൈക്കിൾ ഓട്ടണം, നിങ്ങളുടെ കൂടെ ഒരാളുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് വർത്തമാനം സംസാരിച്ച് പോകാൻ, ഇപ്പോൾ ബീച്ച് റോഡിലായാലും സംസാരിച്ച് പോകാനും ഇതിനകത്തൊരു വാക്കിംഗ് മോഡുണ്ട്. അത്
ആ വാക്കിംഗ് മോഡ് ഇട്ടാൽ സൈക്കിൾ നിങ്ങൾ വാക്ക് ചെയ്യുന്ന മോഡിൽ തന്നെ സൈക്കിൾ പതുക്കെ പോയി പോകും. അപ്പോൾ നമ്മൾ ഒന്നും ചെയ്യണ്ട, നമുക്കൊന്നും ചെയ്യണ്ട. സ്പീഡിൽ തന്നെ പോകും. ആ നമ്മൾ നടക്കുന്ന സ്പീഡിൽ തന്നെ സെൻസർ ഡിറ്റക്ട് ചെയ്തിട്ട് സെൻസർ തന്നെ ഫീച്ചർ ഒത്തിട്ടുണ്ട്. മൊത്തം ഫീച്ചർ ലോഡഡ്. ഇതിൻ്റെ മോട്ടറിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 280 kg ആണ്. 280 kg വരെ നമുക്ക് ആലെ വെച്ച് സുഖമായിട്ട് പോകാം. 280 വരെ പോകും. മോട്ടറിൻ്റെ കപ്പാസിറ്റി 280 kg ആണ്. നമുക്കൊരു ബോക്സ് ഒക്കെ വെക്കാം. ഇപ്പം കൊണ്ടുപോകാം. അതെ ഇപ്പം ഇതിൻ്റെ കാരിയർ ലോഡ് എന്ന് പറഞ്ഞാൽ ഇതൊരു 80 kg കാരിയർ ലോഡ്. ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ സൊമാറ്റോക്കാരാണെങ്കിലും ഫുഡ് ഡെലിവറി ആണെങ്കിലും അപ്പോൾ അവർക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാം. ഇലക്ട്രിസിറ്റി ഓക്കെ. ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു 10 പൈസ പെർ കിലോമീറ്ററിൻ്റെ ആണ് ഇതിൻ്റെ റേഞ്ച് കൊടുക്കുന്നത്. ഒരു കിലോമീറ്റർ 10 പൈസ. 10 പൈസ അത്രയേ ഉള്ളൂ, മാക്സിമം അത്രയേ ഉള്ളൂ. പിന്നെ എന്തെന്ന് ചാർജിങ് പീരീഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ മൊത്തം ഡിസ്ചാർജ് ആയി കഴിഞ്ഞു, മൊത്തം ഇപ്പോൾ 0-ൽ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ ഒരു 3 തൊട്ട് 4 മണിക്കൂർ എടുക്കും ഫുൾ ചാർജ് മൊത്തം തീർന്നു കഴിഞ്ഞിട്ട്. അല്ല സാധാരണ ആൾക്കാർ അത്ര ഓടിക്കില്ല, പോവില്ല. അപ്പോൾ അവർ എനിക്കാണ് ഒരു 1 മണിക്കൂർ. ഇപ്പോൾ ക്വിക്ക് ചാർജ് ഇതിൻ്റെ അകത്ത് 3 വാട്ട് 3 ആംപിയറിൻ്റെ നമ്മൾ ചാർജർ കൊടുക്കണം. അപ്പോൾ അത് പെട്ടെന്ന് കയറും. സാധാരണ വന്ന ഇലക്ട്രിക് സൈക്കിളിന് ചിലപ്പോൾ 5-6 മണിക്കൂർ എടുക്കും. പക്ഷേ നമ്മൾ 3 ആംപിയറിൻ്റെ കൊടുക്കണം, കാരണം നമുക്ക് 1-2-3 മണിക്കൂറിൻ്റെ അത് ചാർജ് ചെയ്തു.